നമുക്ക് അരവിന്ദിന്റെ മക്കളുടെ വരാൻ പോകുന്ന ആഴ്ചയിൽ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവിൽ വിനീത് ഭയങ്കര സങ്കടത്തോടു കൂട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. ഗംഗയുമായിട്ടുള്ള തന്റെ വിവാഹം നടക്കില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ വിനീതിന് ഭയങ്കര വിഷമായി. കുഞ്ഞുനാളിലെ മുതല്, ഓർമ്മ വെച്ച നാള് മുതല് ഗംഗ തന്റേതാണ് എന്ന് കേട്ടറിവായിരുന്നു വിനീതിനുണ്ടായിരുന്നത്. പിന്നീട് ഗംഗയെ പ്രേമിക്കാനായിട്ട് തുടങ്ങി, സ്നേഹിക്കാൻ തുടങ്ങി. പക്ഷേങ്കിൽ ഗംഗയ്ക്ക് അങ്ങനെയായിരുന്നില്ല. ഗംഗയ്ക്കാണെങ്കിൽ വിനീതിനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു. തനി നാട്ടുംപുറക്കാരൻ, അത് ഒരു ടൈലറിംഗ് ഷോപ്പ് വെച്ചുകൊണ്ടിരിക്കുന്നു. ഗംഗയ്ക്ക് വലിയ വലിയ മോഹങ്ങളായിരുന്നു. പുറത്തു പോകണം, അങ്ങനെ നന്നായിട്ട് ജീവിക്കണം, കടല് കടന്ന് പോകണം എന്നൊരു ആഗ്രഹമൊക്കെ ആയിരുന്നു ഗംഗയുടെ മനസ്സിൽ. പക്ഷെ ഇതൊന്നും പാവം വിനീതനോട്ട് അറിയത്തോണ്ടായിരുന്നില്ല. ഒടുവിൽ അരവിന്ദൻ വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഗംഗയ്ക്ക് നിന്നോട് താല്പര്യമില്ല, അതുകൊണ്ട് നീ ഇനി വേറെ ഏതെങ്കിലും ഒരു പെണ്ണിനെ വിവാഹം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണമെന്ന്. അതൊക്കെ ഓർത്തിട്ട് വിനീതിന്റെ നെഞ്ചു പടഞ്ഞു. അങ്ങനെ വിനീത് ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് വന്നു. അവിടെ ചെന്നിട്ട് വെറുതെ ഒരു തുണി എടുത്തിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര സമയം അവിടെ ഇരുന്നെന്ന് അറിയത്തില്ല. കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. പിന്നീടാണ് നേരെ വീട്ടിലേക്ക് ചെല്ലുന്നത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുജാത വിനീതിനോട് എന്ത് പറ്റിയടാന്നൊക്കെ ചോദിക്കുകയാണ് വിനീതിന്റെ അമ്മ. പക്ഷെ ഒന്നുമില്ലെന്നും പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേങ്കിൽ സുജാതയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നി. അപ്പോഴേക്കും വിനീത് അമ്മയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ്. കാര്യം എന്താണെന്ന് അറിയത്തുണ്ടായിരുന്നില്ല സുജാതയ്ക്ക്. പിന്നീടാണ് വിനീത് കാര്യം പറയണേ. അമ്മേ, ഗംഗയ്ക്ക് എന്നെ വേണ്ടാന്ന്, എന്നോട് വേറെ വിവാഹം കഴിച്ചോളാനാ അമ്മാവൻ പറഞ്ഞിരിക്കുന്നത്. അവൾക്ക് വേണ്ടി വേറെ കല്യാണാലോചനകളൊക്കെ വരുന്നുണ്ട് പോലും. നീ എന്തൊക്കെയാണ് പറയണേ? സുജാതയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത്രയും നാളും വിനീതിന്റെ ഗംഗയുടെ വിവാഹം നടക്കുമെന്നും പറഞ്ഞിരുന്ന പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ പറയണു. എടാ മോനെ, നീ അതിനിങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യം എന്താ? എനിക്കറിയില്ലമ്മേ, എന്റെ ജീവിതത്തിൽ വേറൊരു പെൺകുട്ടി എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ മനസ്സിലാണ് അവള്. അറിയാലോ അമ്മയ്ക്ക് ഞാൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇപ്പം അമ്മാവിന്റെ നാവിൽ നിന്ന് ആ വാക്കുകൾ കേട്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് പറയാം. സുജാതയ്ക്ക് സഹിക്കാൻ പറ്റുമോ? സുജാത പെട്ടെന്ന് എന്ത് ചെയ്തു? നേരെ അരവിന്ദന്റെ വീണ്ടും ലക്ഷ്യമാക്കി നീങ്ങണം. അങ്ങനെ ചെന്നു മുറ്റത്തിറങ്ങിയിട്ട് അലറി വിളിക്കണം. അരവിന്ദേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പോഴേക്കും അരവിന്ദൻ ഇറങ്ങി വന്നു. എന്താ സുജാത, കാര്യം എന്താന്ന് ചോദിച്ചു. അതെ, ഗംഗ എന്തെന്ന് ചോദിച്ചു. ഗംഗ എവിടെയുണ്ട്? അരവിന്ദേട്ടൻ പറഞ്ഞോ ഗംഗയും വിനയും തമ്മിലുള്ള വിവാഹം നടക്കില്ലെന്ന്. അപ്പോഴേക്കും ശാരദയും ഗംഗയും യമുനയും കാവരി അവരെല്ലാരും കൂടെ ഇറങ്ങി വരുവാണ്. മുത്തശ്ശി എല്ലാരും ഇറങ്ങി വന്നു. അപ്പോഴേക്കും അരവിന്ദൻ പറഞ്ഞു അത് പിന്നെ ഗംഗയ്ക്ക് അവനോട് താല്പര്യമില്ല. പിന്നെ അങ്ങനെ ഒരു വിവാഹം നടത്തിയിട്ട് എന്താവാനാ സുജാത? അത് കേട്ടപ്പോ സുജാത പറഞ്ഞു, ഓഹോ, ഇപ്പം എന്റെ മോനെ ഇവൾക്ക് വേണ്ടല്ലേ? ഓ, അവൻ വെറും ഒരു ടൈലറിംഗ് ഷോപ്പ് നടത്തുവാണല്ലോ, അതുകൊണ്ടായിരിക്കും. ഇവൾക്ക് വല്ല കൊമ്പത്തായിരിക്കും പിടിപാട്. പക്ഷെ ഒരു കാര്യമുണ്ട് അരവിന്ദേട്ടാ, കുഞ്ഞുനാളിലെ മുതല് എന്റെ മോനെ ഗംഗയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു നിമിഷം കൊണ്ടാ അവനെ ഇവിടെ തള്ളി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് സഹിക്കാൻ പറ്റില്ല. എടി, നിനക്ക് ഇനി ഏതൊരു ആലോചന വന്നാലും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ലടി. നിന്റെ കല്യാണം കഴിഞ്ഞാലും നിനക്ക് നല്ലൊരു ജീവിതം കിട്ടത്തില്ല. ഞാൻ അറിഞ്ഞു പിരാകുക. നീ കുണം പിടിക്കില്ല, നീ നാശം പിടിച്ചു പോകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് വിനീത് അങ്ങോട്ടേക്ക് വരുന്നത്. കാരണം അമ്മ ഇങ്ങോട്ടേക്ക് പോന്നു, ഇവിടെ വന്ന് വഴക്കുണ്ടാക്കുന്നറിയാം. വിനീത് പെട്ടെന്ന് സുജാതയെ പിടിച്ചിട്ട് പറഞ്ഞു, അമ്മേ വാ അമ്മ എന്നൊക്കെ പറയണം. നീ വിടറ എന്നെ, എനിക്ക് രണ്ട് വർത്താനം കൂടെ പറയാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. നീ എന്താടി വിചാരിച്ചോണ്ടിരിക്കുന്നത്? എന്റെ മകന് വേറെ പെണ്ണ് കിട്ടത്തില്ലെന്നോ? കിട്ടൂടി, എന്റെ മകന് നല്ല പെണ്ണ് കിട്ടും. നിന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ എന്റെ മകന്റെ വിവാഹം നടത്തും. പക്ഷെ അരവിന്ദേട്ടാ, നിങ്ങളൊരു കാര്യം മനസ്സ് വിചാരിച്ചോണം. ഇത്രയും കാലം കാത്തിരുന്ന എന്റെ മോന ഒരു നിമിഷം കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടി തള്ളിക്കളഞ്ഞ്. എന്റെ മോന്റെ വേദന പെറ്റമ്മയെ എനിക്ക് കണ്ടിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ ഒരിക്കലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മോളും നീ കൊമ്പത്തും നോക്കിയിരുന്നോ, ഇപ്പം നിനക്ക് കിട്ടും. എത്ര നല്ല ആലോചന വന്നെന്ന് പറഞ്ഞാലും നിനക്ക് നല്ല ജീവിതം കിട്ടത്തില്ലടി എന്നൊക്കെ പറഞ്ഞോണ്ട് അവിടുന്ന് കുറച്ച് മണ്ണ് വാരി എടുത്തിട്ട് ആ മണ്ണ് വാരിയും കൊണ്ട് എറിയുവാണ്. നശിച്ചു പോകുന്നു പറഞ്ഞോണ്ട്. അപ്പോഴേക്കും വിനോദ് ഒരു വ്യക്തി സുജാതയെ പിടിച്ചോണ്ട് പോവാണ്. ആ സമയത്ത് അരവിന്ദന്റെ അമ്മ പറഞ്ഞു, എടാ അരവിന്ദ, കണ്ടില്ലേ, അത് അവളുടെ മനസ്സിന്റെ വേദന അവൾ പറഞ്ഞിട്ട് പോയത്. അവനെ കണ്ടോ, വിനീതിനെ കണ്ടോ? ഇത്രയൊക്കെ ആയിട്ടും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്നും പറഞ്ഞിട്ട് മുത്തശ്ശി അങ്ങോട്ട് കയറിപ്പോയി. കാരണം മുത്തശ്ശിക്കും വിഷമമുണ്ട്. വിനീത് നല്ല സ്വഭാവമാണെന്നുള്ള കാര്യം മുത്തശ്ശിക്കറിയാം. അതുപോലെ തന്നെ ഗംഗയെ ജീവനാണ് താനും. പക്ഷെ ഗംഗ നോക്കുന്നു കുറച്ചുകൂടെ ഹൈ സ്റ്റാറ്റസിലുള്ള ആളെയാണ് നോക്കുന്നത്. പിന്നീട് വിനോദ് 2 ദിവസത്തിന് കട പോലും തുറന്നില്ല. കടയിലേക്ക് പോലും വരുന്നുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു വീർപ്പുമുട്ടലായിരുന്നു വിനീതിന്.
ഈ സമയത്ത് വിനീതിനെ കാണാൻ ചെല്ലുന്നുണ്ട്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും സുജാത കാര്യങ്ങളൊക്കെ പറയാണ്. പിന്നീട് വിനീതിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വിനീതിന്റെ സങ്കടം കണ്ടു കഴിഞ്ഞപ്പോൾ നിവിന് സഹിച്ചില്ല. നീയും പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഞാൻ അവളോടൊന്ന് സംസാരിച്ചു നോക്കാം ഗംഗയോട്. വേണ്ടടാ, അതിന്റെ ആവശ്യമൊന്നുമില്ല. അവൾക്ക് എന്നെ ഇഷ്ടമില്ല, ഞാൻ വെറും ഒരു പൊട്ടൻ. ഞാൻ വിചാരിച്ചു അവൾക്ക് എന്നെ ഇഷ്ടമാന്ന്. പിന്നെ ഇതിന് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുനടന്നിട്ട് ഒരു നിമിഷം ഒന്നും അല്ലാതായി പോവാന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റുന്നതിൽ അപ്പുറം ആയിരുന്നല്ലോ. പിന്നീട് ഗംഗയെ കാണാനായിട്ട് ഒരു കൂട്ടര് വരുന്നുണ്ട്. കല്യാണാലോചന. ഇനി എത്രയും പെട്ടെന്ന് തന്നെ ഗംഗയുടെ കല്യാണം നടത്തണം. കല്യാണം നടത്തിയിട്ട് വേണം അരവിന്ദന് പോവാനായിട്ട്. കല്യാണാലോചന വന്നു. നല്ല ചെക്കനാണ്, പുറത്താണ്. അപ്പൊ ജോലി പുറത്തായതുകൊണ്ട് അധികം വൈകാതെ ഗംഗയും കൊണ്ടുപോകും എന്നൊരു തീരുമാനമൊക്കെ അവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കാണാൻ വന്നു. രണ്ടു കൂട്ടർക്കും ഇഷ്ടപ്പെട്ടു. ഗംഗയ്ക്കും ചെറുക്കനെ ഇഷ്ടപ്പെട്ടു, കാണാനും സുന്ദരനൊക്കെയാ. അങ്ങനെ ഇനി അധികം വൈകാതെ തന്നെ വിവാഹ നിശ്ചയം കാര്യങ്ങളൊക്കെ നടത്താന്ന് തീരുമാനിക്കുകയാണ്. ഇതൊക്കെ വിനീത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ വിനീതിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു. അരവിന്ദനും മക്കളും ഭയങ്കര സന്തോഷത്തിൽ തന്നെയായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു, ഒരു ടൂറൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ച് ടൂറൊക്കെ പോയിട്ട് വരുവാണ്. അരവിന്ദന് കുറെ പ്രതീക്ഷകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അധികം വൈകാതെ ആ ഗൾഫിലെ ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരണം. ഇവിടെ എവിടെയെങ്കിലും ഒരു 5-6 സ്ഥലം മേടിച്ച് അവിടെ എന്തെങ്കിലുമൊക്കെ പണിയൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കണം. അതൊക്കെയായിരുന്നു പ്രതീക്ഷകൾ. അതൊക്കെ തന്റെ ഭാര്യയായ ശാരദയോട് പറയുകയും ചെയ്തു. ശാരദ, എനിക്ക് അങ്ങനെ കുറെ പ്രതീക്ഷകളുണ്ട്. ഇത്തരം കാലം കണ്ട ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയി പണിതല്ലേ. ഇനിയെങ്കിലും നാട്ടിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ വന്നെനിക്ക് കഴിയണം. എൻ്റെ മക്കളോടൊപ്പം കുറച്ച് നാൾ കഴിയണം എന്ന് എനിക്കുണ്ടെന്ന് പറഞ്ഞു. ശാരദ പറഞ്ഞു, അതൊക്കെ നടക്കും അരവിന്ദേട്ടാന്നൊക്കെ പറയണം. അങ്ങനെ തങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പരസ്പരം അവർ പങ്കുവെക്കുന്നുണ്ട്. ഇതേ സമയത്ത് ഭയങ്കര ടെൻഷനിലായിരുന്നു വിനീതാണെങ്കിലോ പിന്നീട് ഗംഗയെ കാണാൻ അങ്ങോട്ട് വരാനൊന്നും കൂട്ടാക്കില്ല. ഒരു ദിവസം ഗംഗയും കാവേരിയും കൂടെ പുറത്ത് ടൗണിൽ പോവാണ്. അങ്ങനെ പോണ സമയത്താണ് ആ ടൈലറിംഗ് ഷോപ്പിന്റെ അടുത്തൂടെയാണ് പോകുന്നത്. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ഗംഗയുടെ വലിയൊരു പെയിന്റിങ്, ഒരു പടം വരച്ച് വെച്ചിരിക്കുന്നുണ്ട്. അപ്പൊ കുറെ കാലം വേദം അവിടെ ഇരിക്കുന്നേ. വിനീതിന്റെ കടയുടെ ആ ഗംഗ ടൈലേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നതിന്റെ അവിടെ ഗംഗയുടെ പടമാണ് വരച്ചു വെച്ചിരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോ കാവേരി പറഞ്ഞു, ഇതേ ഗംഗേച്ചി കണ്ടില്ലേ, ഇപ്പോഴും വിനീതയുടെ മനസ്സിൽ ഗംഗേച്ചി തന്നെയാ. അതുകൊണ്ടല്ലേ ആ പടം ഇതായിട്ട് മായച്ചിട്ട് പോലുമില്ല. കാവേരിക്ക് വിനീതനോട് താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഗംഗയെ പൊന്നുപോലെ നോക്കുന്നറിയാം. പക്ഷെ ഗംഗയ്ക്ക് താല്പര്യമില്ലല്ലോ. ഗംഗ കാവേരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. കാരണം എന്റെ പ്രതീക്ഷകൾ വേറെയാണ്. എനിക്ക് കുന്നും മലയൊക്കെ കണ്ട് ഞാൻ മടുത്തു. എനിക്ക് പുറത്തേക്ക് പറക്കണം, കടൽ കടന്നു പോകണം. അതൊക്കെ എന്റെ ആഗ്രഹം. കാവേരിക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ചേച്ചിയുടെ ഇഷ്ടം അതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. ഈ സമയത്ത് പുറത്ത് പോകാൻ രണ്ടും കൂടെ പോണ സമയത്താണ് ആ പെയിന്റിങ്ങും കാര്യങ്ങളും കാണുന്നത്. കാവേരി പറഞ്ഞു, കണ്ടില്ലേ, ഇനിയിപ്പം അതങ്ങനെ എത്ര കാലം അതവിടെ നിൽക്കുമെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഗംഗയ്ക്കാണെങ്കിൽ ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ ആയിരുന്നു അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും. പിന്നീട് ഗംഗ വിനീതിനെ പോയി കാണുന്നുണ്ട്. വിനീതിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് വിനീത് കരുതി തന്നോട് എന്തെങ്കിലും ഇനി പറയാനായിരിക്കും, തന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമായിരിക്കും എന്ന് പറയാനായിട്ടായിരിക്കും വന്നേന്ന്. പക്ഷെ ഗംഗ പറഞ്ഞത് മറ്റൊരു കാര്യമായിരുന്നു. ഗംഗ പറഞ്ഞു, അതെ, ആ കടയുണ്ടല്ലോ, കടയിൽ അവിടെ എൻ്റെ ഒരു പടം വരച്ചു വെച്ചിട്ടില്ലേ, അതങ്ങോട്ട് മായച്ചു കളഞ്ഞേക്കണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വിനീതിന് ഒട്ടും സഹിച്ചില്ല, സങ്കടമായിപ്പോയി. വിനീത് പറഞ്ഞു, നീ എന്താ ഗംഗയെ പറയണേന്ന് ചോദിച്ചു. അതെ വിനീതേട്ടാ, അതങ്ങോട്ട് മായച്ചു കളഞ്ഞേക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിനീത് പറഞ്ഞു, ശരി, മായച്ചു കളയാം, ആ പടം ഞാൻ മായച്ചു കളയാം. അതെ, ഭിത്തിയെന്ന് മായച്ചു കളയാനേ പറ്റുള്ളൂ, പക്ഷെ എൻ്റെ മനസ്സിൽ നിന്ന് മായച്ചു കളയാൻ പറ്റില്ല. ഇനി എത്ര കാലം കഴിഞ്ഞാലും നീ മാത്രമായിരിക്കും എൻ്റെ മനസ്സിൽ. ഇത് കേട്ടപ്പോൾ ഗംഗ പറഞ്ഞു, വിനീതേട്ടൻ എന്തൊക്കെയാ പറയണേ. അത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മനസ്സിൽ നിന്ന് നീ ഒരിക്കലും മാഞ്ഞു പോകത്തില്ല. അവിടെ വേറൊരാൾക്ക് ഒരിക്കലും ഞാൻ സ്ഥാനം കൊടുക്കാനും പോകുന്നില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഗംഗ പറഞ്ഞു, ഈ കൂടുതലായിട്ടൊന്നും എനിക്ക് പറയാനില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് കാവേരി ഗംഗയൊന്ന് ഉപദേശിക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷേ എങ്കിൽ ഗംഗ അടുത്തില്ല. പിന്നീട് ഒരു ദിവസം കാവേരി പുറത്തു പോണ സമയത്ത് വഴിക്ക് വെച്ച് നിവിനെ കാണുകയാണ്. അപ്പം നിവിന് കാവേരിയോട് സംസാരിക്കാനും വരുന്നുണ്ട്. സംസാരിക്കാൻ വരിക എന്ന് പറഞ്ഞാൽ അവളെക്കുറിച്ച് ഗംഗയെക്കുറിച്ച് സംസാരിക്കാനായിട്ടാണ് വരുന്നത്. വിനീതിന്റെ സങ്കടം കണ്ട് സഹിക്ക് വയ്യാതെയാണ് സംസാരിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ കാവേരിയെ കണ്ടിട്ട് പറഞ്ഞു, അതെ, എനിക്ക് വിനീതിന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കുന്നില്ല കാവേരി. നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ ചേച്ചിയോടൊന്ന് സംസാരിച്ചു നോക്ക്. അവർ തമ്മിൽ നല്ല ചേർച്ചല്ലേ, പോരാത്തതിന് അമ്മാവന്റെ മോളുമല്ലേ. അതുകൊണ്ടാണ് വിനീതും അവരും തമ്മിലുള്ള ആ ബന്ധം അത് ഇത്ര സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കാവേരി പറഞ്ഞു, അതിന് ഗംഗേച്ചിക്ക് വിനീതേട്ടന് ഇഷ്ടമില്ലോ എന്ന് പറയണം. അല്ല, അങ്ങനെ ഇഷ്ടമില്ലായിരുന്നു നേരത്തെ പറയായിരുന്നല്ലോ, ഇപ്പോഴാണോ അതൊക്കെ പറയണമെന്ന് ചോദിച്ചു. ഇത്രയും കാലം വിനീത്
നിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടല്ലേ കാത്തിരുന്നേന്ന് ചോദിച്ചു. അതെ, ചേച്ചിക്ക് എന്നോട് താല്പര്യമില്ല. ഈ ഇഷ്ടം എന്ന് പറയുന്ന ഒരാൾക്ക് അത് മനസ്സിൽ നിന്ന് വരേണ്ട കാര്യമാണ്. അല്ലാതെ നമുക്ക് ഒരാളോട് ഇങ്ങനെ നിർബന്ധിച്ച് അവരോട് സ്നേഹിക്കണം എന്നൊന്നും പറയാനൊന്നും പറ്റില്ല. അങ്ങനെ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. സ്നേഹമൊന്നും വരുത്തുന്നില്ല. അത് മനസ്സിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം നിവിന് കാവേരിയെ നോക്കണം. കാവേരി പറഞ്ഞു, എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേന്ന് ചോദിച്ചു. അതെന്താണെങ്കിലും ഗംഗേച്ചിക്ക് വിനീതേട്ടനോടില്ല. അതുകൊണ്ട് ഇനിയിപ്പോ വിനീതേട്ടൻ കാത്തിരുന്നിട്ട് കാര്യമില്ല. കൂട്ടുകാരനോട് പറഞ്ഞേരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗംഗേച്ചിക്ക് വരെ വിവാഹം ഏകദേശം ഉറപ്പിച്ച മട്ടില്ല. അധികം വൈകാതെ ഗംഗേച്ചിയുടെ വിവാഹം നടക്കുമെന്ന് പറഞ്ഞു. നിവിനും ഭയങ്കര വിഷമായി പോയി. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. അങ്ങനെ നിവിൻ ചെന്ന് വിനീതിനെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഇനി അവൾക്ക് വേണ്ടി കാത്തിരുന്നിട്ട് കാര്യമില്ല. നിന്റെ അമ്മ പറയുന്ന പോലെ നീ വേറെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറയണം. പക്ഷെ ഭയങ്കര സങ്കടമായി പോയി വിനീതിന് അത് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല. ഇതേ സമയത്ത് നമ്മുടെ നായകന് വന്നെത്തുന്നുണ്ട്. കാരണം ഇനിയാണ് നായകൻ വന്നെത്തുന്നത്. ഇനിയാണ് കഥ ശരിക്കും മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങുന്നത്. നായകൻ വരുന്നതോട് കൂടിയിട്ട് കഥകളൊക്കെ ആകെപ്പാടെ മാറാനായിട്ട് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.